നമ്മളെ പണ്ഡിതന്മാർ അവസരോചിതം ഇടപെടും. അള്ളാഹു ബർക്കത്തും കൊടുത്തു, അള്ളാഹു ബർക്കത്തും കൊടുത്തു. യുഎഇയിലെ ഒരു പണ്ഡിത സഭ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിലെ ഒരു വലിയ ഒരു ഹോട്ടൽ മുറിയിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് വന്ന പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഒരു ഫിഖ്ഹി ചർച്ച, വെള്ളിയാഴ്ച ഖുതുബയിൽ ചെയ്യേണ്ട നവോത്ഥാന കാര്യങ്ങൾ, ജനങ്ങളെ നേരായ വഴിക്ക് തിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച ഖുതുബകളിലെ കണ്ടന്റുകൾ ഒന്നുകൂടി വൃത്തിയാക്കണം, എന്നിട്ട് കാര്യമാത്ര പ്രസക്തമായി ജനങ്ങളെ സമുദ്ധരിക്കലിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ട് ഒരു ഫിഖ്ഹിന്റെ ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ അന്ന് കൂടിയ ആ സദസ്സിൽ ധാരാളം ലോകത്തിൻ്റെ നാനാഭാഗത്തെ പണ്ഡിതന്മാരുണ്ട്. ഈ വിനീതനായ സാധു ഉണ്ട്, ബഹുമാനപ്പെട്ട പ്രൊഫസർ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരുണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുന്നത്, സമസ്തയുടെ ഒരു തൗഫീഖും കറാമത്തുമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ രണ്ടാളും അടുത്തടുത്തിരിക്കുന്നു, എല്ലാ രാജ്യത്തെ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ അതിനിടയിൽ മിസ്റിൽ നിന്നവർ വന്ന ഒരു പണ്ഡിതൻ പറഞ്ഞ്, അതാത് മാതൃഭാഷകളിൽ ഖുതുബ ഓതാൻ വേണ്ടി കൽപ്പന കൊടുക്കണം. കാരണം അപ്പോഴാണ് നവോത്ഥാന സംരംഭങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ അതാത് രാജ്യത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലാകൂ എന്ന്. അത് ഏകദേശം സംസാരിച്ചു, പല ആളുകളും അഭിപ്രായം പറഞ്ഞു, പല ആളുകളും അതിന്മേൽ തീരുമാനം വരാൻ ഇങ്ങനെ ഒരുങ്ങുന്ന നേരത്ത് ഞങ്ങളിങ്ങനെ അടുത്തടുത്തിരിക്കുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ്, മഹാനായ ബഹുമാനപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രൊഫസർ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ തവ്വലല്ലാഹു അംറഹു, അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ടവർ എണീറ്റ് നിൽക്കുന്നതാണ്. പിന്നെ ഒരു 5 മിനിറ്റ് അറബിയിൽ സംസാരിച്ചു. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസ് വെച്ച് പ്രസംഗിച്ചു. സ്വഹാബികൾ, ലോകത്തിന്റെ നാനാഭാഗത്തും സ്വഹാബികളല്ലേ ദീനിച്ച് എത്തിച്ചത് എന്ന് അവിടെ കൂടിയവരോട് ചോദിച്ചു. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബി അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ലല്ലോ, ഉണ്ടെങ്കിൽ നമുക്കൊരു ചരിത്രം കിട്ടണ്ടേ? അങ്ങനെ കാണിച്ചാൽ നമുക്കൊരു അസുലുണ്ടായി, ഒരു അസുമിൽ നിന്നിട്ട് നമുക്ക് മാറ്റാമായിരുന്നു, ഒരു അസുൽ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞു. ഒരാൾക്ക് മറുപടിയില്ല. അപ്പോൾ എണീറ്റ് നിന്നിട്ട് ഔക്കാഫിൻ്റെ ചീഫ്, അബുദാബി ഔക്കാഫിൻ്റെ ചീഫായ പണ്ഡിതൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് അറബി ഭാഷയിലുള്ള ഖുതുബ മറ്റു ഭാഷകളിലേക്ക് മാറ്റേണ്ടതില്ല. ഖുതുബ കഴിഞ്ഞിട്ട് തദ്ദേശീയർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ബയാൻ ഖുതുബക്ക് ശേഷം നടത്തിക്കൊള്ളട്ടെ. സത്യത്തിൽ ആ ബയാൻ ഇവിടെ നൂറ്റാണ്ടുകളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ചിന്തിക്ക്, അവസരോചിതം ഇടപെടാനുള്ള തൗഫീഖ്